അന്ന് രമേശ് ചെന്നിത്തല ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാഗതയെ മാറിപ്പോകുമായിരുന്നു. കെ.സി. വേണുഗോപാലോ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ എന്ന ആ ചോദ്യം സജീവമാകുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ പേരാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പല തലങ്ങളിലുള്ള നേതാക്കളും പറയാതെ പറയുകയാണ്, അല്ലെങ്കിൽ ഓഫ് ദ റെക്കോർഡായി പറയുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 7-8 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മൂന്നാമതും LDF വരാതിരിക്കാൻ UDF വരണം, കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉണ്ടാകണം എന്ന് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുകയും ചെയ്യുമ്പോൾ വീണ്ടും ആ ചോദ്യം കേരളത്തിൽ സജീവമാവുകയാണ്. UDF വന്നാൽ ആരാണ് മുഖ്യമന്ത്രി? കോൺഗ്രസിൻ്റെ നേതാവായിരിക്കും മുഖ്യമന്ത്രി എന്ന് പൊതുവെ സംശയമില്ലാത്ത കാര്യമാണ്. UDFനെ നയിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. 7-8 പേരുണ്ടായിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ സാധ്യതാ പട്ടിക ഒരു 3 പേരിലേക്ക് ചുരുങ്ങി, ഷോർട്ട് ലിസ്റ്റ് 3 പേരിലെത്തി എന്നുള്ളതാണ് സവിശേഷത. അതിൽ രമേശ് ചെന്നിത്തലയും മുൻ പ്രതിപക്ഷ നേതാവ്, നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും, നിലവിലെ AICC ജനറൽ സെക്രട്ടറി ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ കെ.സി. വേണുഗോപാലും, അങ്ങനെ 3 പേരുടെ പേരാണല്ലോ ഇപ്പോൾ സജീവമായി വന്നിരിക്കുന്നത്. അതിൽ കെ.സി. വേണുഗോപാലിൻ്റെ പേര് മുൻനിരയിലേക്ക് തള്ളി കെ.സി. ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് പ്രചരിപ്പിക്കാനുള്ള വലിയൊരു ക്യാമ്പയിൻ കോൺഗ്രസ് ക്യാമ്പിൽ, കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സജീവമാണ്. എന്നാൽ അതിനപ്പുറത്ത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെയും 2ാം നിരയിലും 3ാം നിരയിലും ഒക്കെയുള്ള കോൺഗ്രസ് നേതാക്കളുടെയും ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് ഒന്ന് സംസാരിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, താഴെത്തട്ടിൽ രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതൊരു സവിശേഷ സാഹചര്യമാണ്. മൂന്നാമത് LDF വരുമ്പോൾ 2026 ഇടതുമുന്നണിയാണോ കേരളം ഭരിക്കുക, കേരളം പിടിക്കുക എന്നുള്ള രാഷ്ട്രീയ ചോദ്യം സജീവമാണ്, സുപ്രധാനമാണ്, ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയം കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് വന്നാൽ, UDF വന്നാൽ, കോൺഗ്രസ് നയിക്കുന്ന മുന്നണി വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? രമേശ് ചെന്നിത്തലയുടെ പേര് സജീവമായി കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിൽ സാധാരണ പ്രവർത്തകരിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഒരു ഫാക്റ്റ്. കെ.സി. വേണുഗോപാലിലേക്ക് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേര് ഹൈലൈറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് ഈ യാഥാർത്ഥ്യം. അതിനവർ പറയുന്ന ഈ രമേശ് ചെന്നിത്തല ആവണം, രമേശ് ചെന്നിത്തല ആകും, UDF വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, മുഖ്യമന്ത്രി ആകേണ്ടത് രമേശ് ചെന്നിത്തലയാണ് എന്ന് പറയുന്നതിന് കാര്യകാരണങ്ങളായി 1, 2, 3 നിരത്തി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ഒന്നാമത്തേത്, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ചലനാത്മകതയുള്ള നേതാവ് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളതാണ്. 5 വർഷം 2016 മുതൽ 2021 വരെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി 2021 LDFന് പിണറായി വിജയൻ സർക്കാരിന് തുടർച്ച കിട്ടിയപ്പോൾ പ്രതിപക്ഷ നേതൃത്വത്തിൽ തുടർച്ച ഉണ്ടായില്ല. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. രമേശ് ചെന്നിത്തല ഒരു സാധാരണ MLA മാത്രമായി ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നു. അന്ന് തന്നെ രമേശ് ചെന്നിത്തലയുമായി അടുപ്പമുള്ള ആളുകളും അടുപ്പമില്ലാത്ത ആളുകളും കോൺഗ്രസിൻ്റെ ഇന്നർ പൊളിറ്റിക്സ് അറിയാവുന്ന ആളുകൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് 2021 ഇലക്ഷൻ ക്യാമ്പയിൻ്റെ മൂർധന്യത്തിൽ എന്ന് പറഞ്ഞാൽ ക്യാമ്പയിൻ തുടങ്ങുന്ന ഇലക്ഷൻ ദിവസത്തിലേക്ക് എത്തുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ പ്രചാരണ സമിതി ചെയർമാനാക്കി ഹൈക്കമാൻഡ് നിയോഗിച്ച ഒരാളുണ്ട്. അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. പക്ഷേ 2021 ഇലക്ഷൻ കഴിഞ്ഞ് UDF തകർന്ന് തരിപ്പണമായപ്പോൾ മാറ്റിയ 2 പേരിൽ ഒരാൾ രമേശ് ചെന്നിത്തലയാണ്. മറ്റേയാൾ അന്നത്തെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുല്ലപ്പള്ളിക്ക് പകരം കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയ്ക്ക് പകരം വി ഡി സതീശനെയും ഹൈക്കമാൻഡ് നിയോഗിച്ചു. അന്ന് ഉയർന്ന ചോദ്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായി ആഴ്ചകൾക്ക് മുമ്പ് വെച്ച ഉമ്മൻചാണ്ടിയെ എന്തുകൊണ്ട് മാറ്റിയില്ല? അന്ന് ഉമ്മൻചാണ്ടി ഹെൽത്തിയാണ്, ആരോഗ്യവാന് ആണ്, അസുഖത്തിനും മൂർധന്യാവസ്ഥയിലെല്ലാം സജീവമായ രാഷ്ട്രീയത്തിലുണ്ട്. ഉമ്മൻചാണ്ടിയോട് ഒരു വാക്കുപോലും ഇതിൻ്റെ പേരിൽ ആദ്യം ചോദിച്ചില്ല. താങ്കളായിരുന്നല്ലോ പ്രചാരണ സമിതിയെ നയിച്ചത്, ഈ തോൽവിയിൽ താങ്കൾക്ക് ഉത്തരവാദിത്തമില്ലേ?
പക്ഷേ അതിന് പകരം രമേശ് ചെന്നിത്തല എന്ന 5 വർഷം കേരളത്തിലെ കോൺഗ്രസിനെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തേരോട്ടത്തിനിടയിൽ പ്രതിപക്ഷത്തെ നയിച്ച രമേശ് ചെന്നിത്തലയെ കറിവേപ്പില പോലെ എടുത്തു മാറ്റി. അന്ന് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം പ്രവർത്തകരുടെ അകത്ത് ഉള്ളിൽ വീണ കനൽ ഇന്നും അടഞ്ഞിട്ടില്ല. അവരാണ് ഇപ്പോൾ സജീവമായി പറയുന്നത് ഇനിയൊരു വരവ് UDF ഉണ്ടാവുകയാണെങ്കിൽ അത് അന്ന് ആ കോൺഗ്രസ് സർക്കാരിനെ UDF സർക്കാരിനെ നയിക്കേണ്ടത് രമേശ് ചെന്നിത്തലയാണ് എന്ന്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് 27ാമത്തെ വയസ്സിൽ കേരളത്തിൽ മന്ത്രിസ്ഥാനം വഹിച്ച ആളാണ് രമേശ് ചെന്നിത്തല. കെ കരുണാകരൻ സർക്കാരിലെ മന്ത്രി. അന്ന് മന്ത്രിയായത് മുതൽ ഇന്ന് വരെ, അതിനു മുമ്പ് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ സംസ്ഥാന ദേശീയ NSUവിൻ്റെ ദേശീയ പദവി, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പദവി ഒക്കെ വഹിച്ച കാലം മുതൽ ഈ ദിവസം വരെ ഏറ്റവും ശക്തമായി കോൺഗ്രസ് എന്ന വികാരത്തിൻ്റെ പിന്നാലെ നിന്ന, അതിനകത്ത് മാറ്റം വരുത്താതിരുന്ന നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ പല കാലത്തും കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഉലച്ചിലുകൾ, ആടി ഉലച്ചിലുകൾ ഉണ്ടാവുകയും DIC ഉണ്ടാവുകയും കോൺഗ്രസ് S ഉണ്ടാവുകയും ഒക്കെ ചെയ്ത സന്ദർഭങ്ങളുണ്ട്. വലിയ ആളുകൾ, പ്രമുഖരായ ആളുകൾ, കെ മുരളീധരൻ അടക്കം, ഉമ്മൻചാണ്ടി ഒരു കാലത്ത് കോൺഗ്രസ് എസിൽ പോയിട്ടുണ്ട്. AK ആൻ്റണി കോൺഗ്രസ് എസ് ആയിരുന്നു, PC ചാക്കോ കോൺഗ്രസ് എസ് ആയിരുന്നു. പക്ഷേ കോൺഗ്രസ് I എന്ന വികാരത്തിൽ ഉറച്ചു നിന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ പോലെ ഉറച്ചു നിന്ന നേതാക്കളുടെ മുൻനിരയിൽ ആർക്കും നിഷേധിക്കാനാവാത്ത പേരാണ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ്സുകാർ പറയുന്നതാണ്, നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വസ്തുതയുമാണ്. DIC എന്ന പേരിൽ കെ കരുണാകരനും മകൻ കെ മുരളീധരനും കൂടി കേരളത്തിലെ കോൺഗ്രസിനെ നെടുകെ പിളരാൻ തുനിഞ്ഞിറങ്ങിയ 2001-2004 കാലയളവിൽ, അത് യാഥാർത്ഥ്യമായ 2004 KPCC അധ്യക്ഷനായ ഹൈക്കമാൻഡ് നിയോഗിച്ച ആളാണ് രമേശ് ചെന്നിത്തല. അന്ന് മുതൽ 9 വർഷക്കാലം KPCC അധ്യക്ഷനായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിനെ കരുണാകരൻ്റെയും മകൻ്റെയും പിന്നിൽ നിന്ന് കുത്തലിൽ നിന്ന് രക്ഷിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന നേതാവ് എന്നാണ് കോൺഗ്രസ്സുകാർ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് കേട്ടോ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, രമേശ് ചെന്നിത്തല 2006 ഉമ്മൻചാണ്ടി AK സർക്കാരിന് തുടർച്ചയായി മുഖ്യമന്ത്രിയായ ശേഷം 2011 മുഖ്യമന്ത്രിയായപ്പോഴും രമേശ് ചെന്നിത്തല മാറി നിന്ന നേതാവാണ്. പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ കോൺഗ്രസിൻ്റെ MLAമാർ ഒന്നടങ്കം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞവരിൽ ഒരാൾ രമേശ് ചെന്നിത്തല കൂടിയായിരുന്നു. എനിക്കാവണമെന്ന് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞതായി കോൺഗ്രസിൻ്റെ ഒരു നേതാവും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ മാറി നിന്ന, രണ്ടാം മുഴുവൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മാറി നിന്ന് കൊടുത്ത ആളാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയ്ക്ക് ആ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ ഏകദേശം 2 വർഷത്തോളം ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുക്കുക മാത്രമാണ് ചെയ്തത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ ഈ 3 പോയിന്റുകളെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 3 പോയിന്റുകളെങ്കിലും പ്രസക്തമായി മാറും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും പരിഗണിക്കേണ്ട മറ്റൊരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒഴിവാക്കാനാവാത്തൊരു പോയിൻ്റുണ്ട്. അതായത് 2021 LDFന് തുടർഭരണം ഉണ്ടായപ്പോൾ പ്രതിപക്ഷമായി തുടർന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന് തുടർ പദവി കൊടുക്കാതിരുന്ന സമയത്ത്, അതാണല്ലോ രമേശ് ചെന്നിത്തല കറിവേപ്പില പോലെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള ചർച്ചയുടെ പ്രധാനപ്പെട്ടൊരു കാര്യം. അന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഏതാണ്ട് എല്ലാ MLAമാരും തന്നെ ആര് പാർലമെൻ്ററി പാർട്ടി നേതാവാണ് എന്ന് പറഞ്ഞാൽ ആര് പ്രതിപക്ഷ നേതാവാകണം എന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തലയാണ് പിന്തുണച്ചത്. അതിനെ മറികടന്നുകൊണ്ടാണ് ഹൈക്കമാൻഡിൻ്റെ സൂപ്പർ വീറ്റോ പവർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാതെ, അതായത് പാർലമെൻ്ററി പാർട്ടി നേതാവാക്കാതെ VD സതീശനെ പാർലമെൻ്ററി പാർട്ടി നേതാവാക്കിയത്, പ്രതിപക്ഷ നേതാവാക്കിയത്. അന്ന് രമേശ് ചെന്നിത്തല ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാഗതയെ മാറിപ്പോകുമായിരുന്നു. അന്നും കോൺഗ്രസ് തകരാതിരിക്കാൻ, അല്ലെങ്കിൽ അന്നും കോൺഗ്രസ് അണികൾക്ക് ആത്മവീര്യം പകർന്നുകൊണ്ട് ഹൈക്കമാൻഡിനെ അനുസരിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്, സാധാരണ MLA മാത്രമായി മാറി നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത്.
അങ്ങനെ പല പല ഘടകങ്ങൾ ചേർന്ന് വരുമ്പോൾ കെ.സി. വേണുഗോപാലോ വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ എന്ന ആ ചോദ്യം സജീവമാകുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ പേരാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പല തലങ്ങളിലുള്ള നേതാക്കളും പറയാതെ പറയുകയാണ്, അല്ലെങ്കിൽ ഓഫ് ദ റെക്കോർഡായി പറയുകയാണ്. അവർക്ക് പലർക്കും പരസ്യമായി പറയാൻ സംഘടനാപരമായ പരിമിതികളുണ്ട്. കേരളത്തിലെ UDF രാഷ്ട്രീയത്തെ സജീവമായി സ്വാധീനിക്കുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടി ഇതോടുകൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. അത് സാമുദായിക സംഘടനകളുടെ റോൾ ആണ്. NSS, SNDP, അതുപോലെ മുസ്ലിം സമുദായ സംഘടനകളുടെ കാര്യം നോക്കിയാൽ സമസ്ത പോലുള്ള സംഘടനകൾ, ഇനി UDFിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ്, ഇവരുടെ ഒക്കെ മനസ്സ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് എന്ന യാഥാർത്ഥ്യം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. NSSന് അന്നും ഇന്നും എന്നും കോൺഗ്രസിൽ ഏറ്റവും അഭിമതനായ ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. SNDPക്കും വെള്ളാപ്പള്ളി നടേശനും രമേശ് പ്രിയപ്പെട്ട ആൾ തന്നെയാണ്. ആലപ്പുഴക്കാരൻ കൂടിയാണ് രമേശ് ചെന്നിത്തല. ഹരിപ്പാടാണല്ലോ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം, ആലപ്പുഴ സ്വദേശവുമാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെയും ജില്ല SNDPയുടെ പ്രധാനപ്പെട്ട ഒരു ഈറ്റില്ലം ആസ്ഥാനമുള്ള സ്ഥലം SNDPയാണ്. വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട് ഏറെ. മുസ്ലിം ലീഗിന് AK ആൻ്റണിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയോടുള്ള താല്പര്യമുണ്ട്. അങ്ങനെയാണ് 2006 ഉമ്മൻചാണ്ടി അവസാനത്തെ 19 മാസം മുഖ്യമന്ത്രിയാവുന്നത്. 2004 ക്ഷമിക്കണം. അതിനുശേഷം 2011 മുതൽ 2016 വരെ 5 വർഷം പൂർത്തിയാക്കി. ആ താല്പര്യം ഇപ്പോൾ ഉള്ളത് മറ്റാരോടുമല്ല, മുസ്ലിം ലീഗിൻ്റെ താല്പര്യം രമേശ് ചെന്നിത്തലയോടാണ്. ആ ഘടകവും കൂടി ചേർന്ന് വരുമ്പോൾ, ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ, രാഷ്ട്രീയവും സംഘടനാപരവുമായ ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ രമേശ് ചെന്നിത്തല ആവട്ടെ മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസിലെ പ്രവർത്തകരും വലിയൊരു വിഭാഗം നേതാക്കളും പറയുമ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, MLA-മാരുടെ തീരുമാനം എന്താവും എന്നത് അന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കോൺഗ്രസിൽ കെ.സി. വേണുഗോപാലിനെ അരിയിട്ട് വാഴിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നത് അനായാസമാവില്ല എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. മാത്രമല്ല വി.ഡി. സതീശൻ ഈ 3 പേരിൽ മൂന്നാമൻ മാത്രമായി മാറ്റി നിർത്തപ്പെട്ടു പോകുന്നു എന്ന വസ്തുത കൂടി ഇതോടൊപ്പമുണ്ട്. നന്ദി, നമസ്കാരം.